സഹോദരി അത് നിഷിദ്ധമാണ് പുരോഹിതന്. നിഷിദ്ധമാണെന്ന് മാത്രമല്ല അതായത് നാളത്തെ എന്റെ ഭരണത്തിന് തലക്കെട്ടായിട്ട് എഴുതിയിടാം. എന്നാ വെഞ്ചരിച്ചിട്ട് കഴിക്കാം. അതിന് പറഞ്ഞ അത് വെഞ്ചരിച്ചിട്ട് കഴിക്കാം. അല്ല എന്ന് പറഞ്ഞേ എല്ലാവരുടെയും കേട് മാറും. അതായത് ഇന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠനം കേൾപ്പിക്കട്ടെ. ഇവിടെ വന്നതിന് ശേഷം നോക്കട്ടെ, തൈ നോക്കാൻ പോ. ഇവിടെ വന്നതിന് ശേഷം സ്റ്റാറ്റസ് ആണ് വചനം. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. നിങ്ങളുടെ ഇത് കണ്ടപ്പെട്ടതാണ്. ഇത് പള്ളിയിൽ വായിച്ച വചനാണേ. എന്നിട്ട് പിള്ളേരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്ന് മയക്കുകൊണ്ടിരിക്കുന്നതാ. വീഞ്ഞല്ലാതെ വേറെ വലിയ കുഴപ്പമില്ല എന്നൊരു സാധനത്തിന് പേരുണ്ടല്ലോ, എന്താ ചോദിച്ചു മയക്കും.